KSRTC ഫസ്റ്റ് ട്രിപ്പാണ്. പാലക്കാടിന്റെ ഹൃദയത്തിലൂടെ ഇതുപോലെ ഞാറ്റുകണ്ടൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് KSRTCയിൽ ഒരു യാത്ര ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫ്രീ ട്രിപ്പ്, അതും പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ ഗവൺമെന്റിന് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ആരംഭിക്കുകയാണ് കേട്ടോ. കാടിന്റെ നടുവിലൂടെയുള്ള പാട്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അങ്ങേയറ്റം അടിപൊളിയാണ്. സാധാരണയായിട്ട് നെല്ലിയാമ്പതിൽ വരുന്നവര് കോടയും മഞ്ഞൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ട് നല്ല കട്ട വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ വന്നതിന്റെയും സമയത്തിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷോർട്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എത്തുന്നത് വരെ മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്. അതിന് ശേഷം നമ്മളിത് സഫാരിക്കായിട്ട് പോവുകയാണ്. ഒരാളാണെങ്കിലും 7 ആളാണെങ്കിലും 2000 രൂപയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഈ ജീപ്പിന്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഴ ഇല്ലാതിരുന്നത് വളരെ നന്നായി എന്നുള്ളത്. കാരണം നമുക്കിവിടെ ഫ്രണ്ടിൽ ആ ഒരു വിൻഡോ ഒക്കെ തുറന്നു തരുന്നുണ്ടായിരുന്നു. അതുപോലെ സൈഡിലുള്ള കട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 150 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ കാടിനുള്ളിലൂടെ ഒരു സഫാരി അടിപൊളിയാണ്. നമുക്ക് 2 വ്യൂ പോയിന്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേത് മിന്നാമ്പാറയാണ് കേട്ടോ. കുറച്ച് സാഹിത്യങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ പച്ചപ്പരവതാനി വിരിച്ചതുപോലുള്ള കുന്നുകളാണ്. അതിന്റെ അറ്റത്തായിട്ട് നമുക്ക് കുന്നുകൂടി കിടക്കുന്ന മേഘങ്ങളും കാണാം. ഇത്രയും വെയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഇത്രയെങ്കിലും കാണാൻ കഴിഞ്ഞു. കോടയും മഞ്ഞൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ കാണാൻ കഴിയുമായിരുന്നോ? അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഓരോ ക്ലൈമറ്റിനും ഓരോ സ്ഥലത്തിലും പ്രത്യേകതയുണ്ട്. ഹോണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഈ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ്. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, അത്രമാത്രം. ഇനി നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് കൂടി കാണാനായിട്ടുണ്ട്. മാട്ടുമല എന്നാണ് ആ ഒരു വ്യൂ പോയിന്റിന്റെ പേര്. ബ്രഹ്മരം ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണത്. പോകുന്ന വഴിയൊക്കെ മഴ പെയ്തിട്ട് 2 ദിവസം ആയെങ്കിലും കൂടി ഇതുപോലെ ചളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിലൂടെയുള്ള ഒരു സഫാരി മറക്കാനാവാത്ത വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഇതാണ് മാട്ടുമല വ്യൂ പോയിന്റ്. നമ്മുടെ മുന്നിലായിട്ട് തന്നെ ഒരുപാട് ജീപ്പുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരെല്ലാം ഈ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു 2 വ്യൂ പോയിന്റ് മാത്രമാണ് കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും ഒരേ വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കല്ലൊക്കെ ഉരുട്ടി കളിക്കുകയായിരുന്നു. മലയുടെ മേലെയുള്ള കല്ലെടുത്ത് താഴേക്ക് ഇടുക, ഇതൊക്കെ തന്നെയായിരുന്നു. കുറച്ച് നേരത്തിന് നാരായണത്ത് ഭ്രാന്തന്റെ അവസ്ഥയായിരുന്നു. വേറെ ഇവിടെ പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ചെരിഞ്ഞ പ്രദേശമാണ്. മേലെ കുന്ന്, അങ്ങനെ അടുക്കടുക്കായിട്ട് താഴേക്കുള്ള ഒരു ഏരിയ, അവിടുന്ന് പിന്നെയും മേലേക്ക് കുന്ന്. അങ്ങനെ ഒരു പ്രത്യേക ഭൂപ്രകൃതി കാണാന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യേകിച്ച് ഒരു സവിശേഷത ഞാൻ ഇവിടെ കണ്ടില്ല. പിന്നെ സവിശേഷതകൾ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. ഇതുപോലെ ഇങ്ങനെ ചോര വെള്ളമൊക്കെ ചെറുതായിട്ട് നീരൊഴുക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കൂർത്ത പാറ നമുക്ക് ഇവിടെ കാണാം. ഇതിന്റെ അറ്റത്തൊക്കെ ഇരുന്നിട്ട് കുറച്ചു നേരം ഞാൻ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. ഇതല്ലാതെ വേറെ നമുക്ക് എന്റർടൈൻമെന്റ് ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെയും ഞാൻ എന്റെ കല്ലെടുത്ത് എറിയൽ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് വെയിലാണെങ്കിലും കൂടി വെയിൽ കൊള്ളാൻ തന്നെ മെനക്കെട്ട് നിന്നു. കാരണം നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി വരുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂടണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നമ്മൾ മഞ്ഞും കോടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ എപ്പോഴും ഇതുപോലെ നല്ല വെയിലായിരിക്കും. ഈ ഒരു പാറ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുന്നും പാറയും നിറഞ്ഞ ഈ ഒരു വ്യൂ പോയിന്റിന്റെ പേരാണ് മാട്ടുമല എന്ന് പറയുന്നത്. ഇത് 150ഓളം ഏക്കർ വരുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട്. അത് ഗവൺമെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു റോഡാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 60 രൂപ അഡൾട്ട്സിന് പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 100 രൂപ നമുക്ക് വെഹിക്കിളിന്റെ റെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഇൻഷുറൻസ് കവറേജ് പോലെ എന്നൊക്കെയാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. കുറേ ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ടൊക്കെ വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് അവര് നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഭൂപ്രകൃതിക്കല്ല പ്രശ്നം, വരുന്ന ആൾക്കാർക്കാണ്. വരുന്ന ആൾക്കാർ ഏതവസ്ഥയിലും എൻജോയ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഇതുപോലത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഓക്കെയാണ്, സെറ്റാണ്. അതല്ലാതെ നമ്മളിവിടെ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമുക്ക് ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലുള്ള പാറകളൊക്കെ ഞാൻ എൻ്റെ പ്രത്യേക ക്യാമറ ആംഗിളിൽ വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ഇനി കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് വേറൊരു വൈബായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും സീനൊക്കെ അടിപൊളി തന്നെയാണ്. അങ്ങനെ 2 വ്യൂ പോയിന്റ്സും കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തിരിച്ചു മടങ്ങാം. കണ്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ കുറെ കെട്ടിടങ്ങളൊക്കെ കാണാം.
ഈ വഴി പോകുന്ന ജീപ്പുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പം ഈ വഴി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പൊ നെക്സ്റ്റ് ദി ഓറഞ്ച് ഫാമിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.